ഇപ്പോൾ പല കുട്ടികളുള്ള ഫാമിലിയിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ചൊല്ലി വീട്ടിൽ വഴക്കുണ്ടാവും. കുട്ടി നന്നായിട്ട് പഠിച്ചില്ല, നീ കെയർ ചെയ്യാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഹസ്ബൻഡ് ചിലപ്പോൾ വിദേശത്താണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വിളിച്ചിട്ട് പറയും ഈ കെയർ ചെയ്യാത്ത കാരണം കുട്ടികൾ ഇങ്ങനെ മോശമായത്. അല്ലെങ്കിൽ ഒന്നിച്ചാണെന്നുണ്ടെങ്കിൽ കൂടി കുട്ടികളെ കാര്യത്തിൽ ശ്രദ്ധയില്ല, നീ ജോലിക്ക് പോകണ കാരണമാണ് കുട്ടികളെ ശ്രദ്ധിക്കാത്തത്. ഇങ്ങനെയൊക്കെ പലപ്പോഴും പാരൻസിൻ്റെ ഇടയിൽ വഴക്കുകൾ എപ്പോഴും കാണാറുണ്ട് കുട്ടികളെ ചൊല്ലിയിട്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വഴക്ക് ഉണ്ടാക്കാൻ നിങ്ങളൊരു കുട്ടി ഒരു കാരണമായിട്ട് മാറരുത്. അവിടെ നമ്മൾ എന്ത് ശ്രദ്ധിക്കണമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പാരൻ്റ് ഒരു ഗുഡ് പാരൻ്റ് ആണോ അല്ല എന്നുള്ളത് നിങ്ങൾ നിങ്ങളോട് സെൽഫായിട്ട് ചോദിക്കും, ഞാനൊരു ഗുഡ് പാരൻ്റ് ആണോ. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങളെ കുട്ടിക്ക് റോൾ മോഡൽ നിങ്ങൾ ഓരോരുത്തരായിരിക്കണം. കുട്ടിക്ക് റോൾ മോഡൽ നിങ്ങളായിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പല ഭവിഷ്യത്തുകളും നേരിടുന്ന സമയത്ത് കുട്ടിക്ക് നിങ്ങളെ വീട്ടിൽ വന്ന് പറയാനുള്ളൊരു കണ്ടീഷൻ ഉണ്ടാവില്ലേ. അവിടെ നിങ്ങളൊരു പാരൻ്റ് എന്നുള്ള നിലക്ക് നല്ലൊരു പാരൻ്റ് ആണോ റോൾ മോഡലാണോ എന്നുള്ളത് നിങ്ങൾ സ്വയം വിലയിരുത്തുക. രണ്ടാമത്തേത്, റിയാക്ഷൻ മോഡിലേക്ക് പോവാതെ റെസ്പോൺസ് മോഡിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ട്രാവൽ ചെയ്യണം. അതിന് നിങ്ങൾക്ക് ശരിക്കൊരു ഗൈഡൻസും ഇതിൻ്റെ ഒരു ലേണിങ്ങും വളരെ മുഖ്യമാണ്.